നമസ്കാരം. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആര്? രാഷ്ട്രീയ നിരീക്ഷകർ മാത്രമല്ല, ജനങ്ങളും ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷത്തിന്റെയും BJP-യുടെയും ഒക്കെ ശ്രദ്ധ അടുത്ത മുഖ്യമന്ത്രി ആര് എന്നുള്ളതിലാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രധാനമായി മത്സരിക്കുന്ന 3 പേരാണ്. ഇപ്പോൾ UDF-നെ 100+ എന്ന നിലയിലേക്ക് എത്തിച്ച VD സതീശൻ, സീനിയറായ രമേശ് ചെന്നിത്തല, ഹൈക്കമാൻഡിന്റെ കെട്ടിയിറക്കൽ താരമായ KC വേണുഗോപാൽ, ഇവരാണ് മത്സരരംഗത്ത് പ്രധാനമായും. മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വങ്ങളും നടപടികൾ എടുത്തു തുടങ്ങി. ഹൈക്കമാൻഡിന്റെ നിരീക്ഷകർ കേരളത്തിലേക്ക് എത്തുകയാണ്. ഹൈക്കമാൻഡിന്റെ നിരീക്ഷകർ എത്തുമ്പോൾ അത് KC വേണുഗോപാലിന് മുൻതൂക്കം വരും എന്ന് വിശ്വസിക്കുന്ന വേണുഗോപാൽ പക്ഷക്കാരുണ്ട്. എന്നാൽ വൻ തകർച്ചയിൽ നിന്നും UDF-നെ ഇത്രയും വലിയ വിജയത്തിലേക്ക് എത്തിച്ച VD സതീശനാണ്, നേതൃത്വം കൊടുത്തയാളിനാണ്, മുന്നിൽ നിന്ന് നയിച്ചയാളിനാണ് ഈ സ്ഥാനത്തിന് അർഹതയെന്ന് VD സതീശൻ വിഭാഗം വാദിക്കുമ്പോൾ, സീനിയറായ തനിക്കാണ് അതിനുള്ള യോഗ്യതയെന്ന് രമേശ് ചെന്നിത്തലയും വാദിക്കുന്നു. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ പേര് താനാണ് നിർദ്ദേശിച്ചത് എന്നും അത് ഉമ്മൻചാണ്ടി സീനിയർ ആയതുകൊണ്ട് തന്നെയാണ് എന്നും രമേശ് ചെന്നിത്തലയുടെ വാദങ്ങൾ. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മുന്നിൽ നിന്ന് നയിച്ചത് VD സതീശനാണ്. അതുകൊണ്ട് തന്നെ VD സതീശനാണ് സ്വാഭാവികമായി മുഖ്യമന്ത്രിയാകേണ്ടത് എന്ന് പാർട്ടി വൃത്തങ്ങളിൽ നല്ലൊരു വിഭാഗവും കരുതുന്നു. അതുപോലെ തന്നെ ഘടകകക്ഷികളുടെ പിന്തുണയും ഇപ്പോൾ VD സതീശനാണ്. എന്നാൽ VD സതീശനെ മുഖ്യമന്ത്രിയാക്കുമോ എന്നുള്ള കാര്യത്തിൽ അണികൾക്ക് സംശയമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ മന്ത്രിസഭയിൽ ചേരാതെ മാറി നിൽക്കാനാണ് സാധ്യത എന്നും കരുതുന്നവർ ഏറെ തന്നെയാണ്. ഇത് ജനങ്ങൾക്ക് UDF-നോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുമെന്നും അത് പിന്നീട് തിരിച്ചടിയാകും എന്നും VD സതീശൻ വിഭാഗം വാദിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും സീനിയറായ തന്നെ മുഖ്യമന്ത്രിയായി പരിഗണിക്കണം എന്നും ചർച്ചയിൽ അലോസരം തോന്നിയ രമേശ് ചെന്നിത്തല ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയെയും ഖാർഗെയും നേരിട്ട് കാണുന്നതിന്. എന്തായാലും മത്സരത്തിൽ നിന്ന് അല്പം പോലും പിന്നോട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് രമേശ് ചെന്നിത്തല. തനിക്ക് 27ഓളം MLA-മാരുടെ പിന്തുണയുണ്ട് എന്ന് രമേശ് ചെന്നിത്തല അവകാശപ്പെടുന്നു. ഹൈക്കമാൻഡ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതീക്ഷിക്കുന്ന പേര് KC വേണുഗോപാലിൻ്റെതാണ്. ഹൈക്കമാൻഡുമായുള്ള വ്യക്തിപരമായ ബന്ധങ്ങൾ KCക്ക് അനുകൂലമാകും എന്ന് തന്നെ KC വിഭാഗം കരുതുന്നു. KCയെ പിണക്കാൻ MLA-മാർ തയ്യാറാകില്ല എന്നുള്ള കണക്കുകൂട്ടലിൽ തന്നെയാണ് ആ വിഭാഗം. എന്തായാലും ജനം നൽകിയ ഈ വലിയ വിജയം തമ്മിലടിച്ച് പാർട്ടിയെയും മുന്നണിയെയും പ്രശ്നത്തിലാക്കരുത് എന്ന് സാധാരണ പ്രവർത്തകർ ആഗ്രഹിക്കുന്നു. കാത്തിരുന്ന് കാണാം കൂടുതൽ വിശേഷങ്ങൾ. സാധാരണ UDF-ലുണ്ടാകുന്ന പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പ് സമവാക്യങ്ങളും എന്നും പാർട്ടിയെ അല്ലെങ്കിൽ മുന്നണിയെ നശിപ്പിച്ചിട്ടേയുള്ളൂ. 5 വർഷം കഴിയുമ്പോൾ വീണ്ടും തുടർ ഭരണത്തിന് ആഗ്രഹിക്കുന്ന UDF, അതിന് ഒരു തകർച്ചയാകുമോ ഈ തമ്മിലടി, ഈ പാലം വലി, ഈ ഗ്രൂപ്പുകളെ? എന്തായാലും കാത്തിരുന്ന് കാണാം. ഇനി ഏതാനും ദിവസങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.